ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ റോഡ് അരികിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സമയത്ത് നമ്മൾ ഒരുപാട് സെൻറ്റൻസ് പറയാറുണ്ട് അല്ലേ? ഇപ്പം ബസ് സ്റ്റോപ്പിലായാലും അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന സമയത്തായാലും നമുക്ക് ഒരുപാട് സെന്റൻസുകൾ ഇതുപോലെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട്. ഇപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട്. ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഓക്കെ, നെക്സ്റ്റ് പറയാം, റോഡ് കടക്കുമ്പോൾ ഫോൺ ചെയ്യല്ലേ. അല്ലേ, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഇപ്പം മക്കളോടായാലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ ആണ് അല്ലേ. റോഡ് കടക്കുമ്പോൾ ഫോൺ ചെയ്യല്ലേ അല്ലെങ്കിൽ ഫോൺ ചെയ്യരുത് എന്നെങ്ങനെ പറയരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ആണ്. ഡോണ്ട് യൂസ് യുവർ ഫോൺ വൈൽ ക്രോസിംഗ് ദ റോഡ്. ഡോണ്ട് യൂസ് യുവർ ഫോൺ വൈൽ ക്രോസിംഗ് ദ റോഡ്. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കരുത് അല്ലെങ്കിൽ ഫോൺ ചെയ്യരുത് എന്നാണ്. ഓക്കെ, ആ ബസ്സിന് പിറകിൽ നിൽക്കരുത്. ആ ബസ്സിന് പിറകിൽ നിൽക്കരുത് അല്ലെങ്കിൽ നിൽക്കല്ലേ, ഇത് നമ്മൾ ഒരാൾക്കുള്ള ഒരു ഉപദേശം കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബസ് ചിലപ്പം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ബാക്കിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നേക്കാം അല്ലേ. അല്ലെങ്കിലും നമ്മൾ ബസ്സിന് പിറകിൽ നിൽക്കുമ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നേക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പറയാറില്ല, ആ ബസ്സിന് ബാക്കിൽ നിൽക്കല്ലേ അല്ലെങ്കിൽ നിൽക്കരുത്. എങ്ങനെ പറയാ? ഡോണ്ട് സ്റ്റാൻഡ് ബിഹൈൻഡ് ദാറ്റ് ബസ്. ഡോണ്ട് സ്റ്റാൻഡ് ബിഹൈൻഡ് ദാറ്റ് ബസ്. ഓക്കെ, ബസ് വരുന്നത് കാണുന്നില്ലേ, ബസ് വരുന്നത് കാണുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അല്ലെ. ചിലരിപ്പോ ബസ് വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങും. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ബസ് വരുന്നത് കാണുന്നില്ലേ. ക്യാൻ യു സീ ദ ബസ് കമ്മിങ്? ക്യാൻ യു സീ ദ ബസ് കമ്മിങ്? ഓക്കെ, റോഡ് സൈഡിലൂടെ നടക്കൂ അല്ലെ, റോഡ് സൈഡിലൂടെ നടക്കൂ എന്നെങ്ങനെ പറയാ? വാക്ക് അലോങ് ദ റോഡ് സൈഡ്. വാക്ക് അലോങ് ദ റോഡ് സൈഡ്. ഓക്കെ, ഇപ്പൊ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് കൈ കാട്ടു, കൈ കാട്ടു എന്ന് പറയാറുണ്ടല്ലോ. ബസ് വരുന്നു, കൈ കാട്ടു. അതായത് ബസ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈയെ കാട്ടാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു യൂസേജ് പഠിക്കാം. വേവ് എന്നാണ് പറയേണ്ടിട്ട്. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈ കാട്ടു അല്ലെങ്കിൽ കൈ ആട്ടുക എന്നുള്ളതിനേക്കാണ് വേവ് എന്ന് പറയുന്നത്. സോ നമ്മൾ എങ്ങനെ പറയും? ബസ് വരുന്നു, കൈ കാട്ടു. ദ ബസ് കമ്മിങ്, വേവ് യുവർ ഹാൻഡ്. ദ ബസ് കമ്മിങ്, വേവ് യുവർ ഹാൻഡ്. ഓക്കെ, ഈ ബസ് അങ്ങോട്ട് പോകില്ല അല്ലെ, നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലം നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ഈ ബസ് പോകില്ല. ഈ ബസ് അങ്ങോട്ട് പോകില്ല. എങ്ങനെ പറയാം? ദിസ് ബസ് ഡസന്റ് ഗോ ദാറ്റ് വേ. ദിസ് ബസ് ഡസന്റ് ഗോ ദാറ്റ് വേ. ദാറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട്, ആ വഴിയിലേക്ക് എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ദിസ് ബസ് ഡസന്റ് ഗോ ദാറ്റ് വേ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങോട്ട് പോകേണ്ടത് അല്ലേ? നമുക്കൊരാളോട് ചോദിക്കണം അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ചോദിക്കണം, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? വേർ ഡു യു വാണ്ട് ടു ഗോ? വേർ ഡു യു വാണ്ട് ടു ഗോ? നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഓക്കെ, നെക്സ്റ്റ്, കുറച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സുണ്ട്. എങ്ങനെ പറയാ? there is a bus after some time. there is a bus after some time. കുറച്ച് കഴിഞ്ഞാൽ ഒരു ബസ് ഉണ്ട്. ഞാൻ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു. ഞാൻ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു. ഇപ്പോഴും ആ നൃത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയാ? I have been standing here for a long time. I have been standing here for a long time. Okay, നെക്സ്റ്റ്, ബസ് വരുമ്പോൾ ഞാൻ പറയാം. ബസ് വരുമ്പോൾ ഞാൻ പറയാം. എങ്ങനെ പറയാ? I will tell you when the bus comes. I will tell you when the bus comes. ബസ് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ്, നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ പറയാം, നീ അങ്ങോട്ട് മാറി നിൽക്ക്. മൂവ് അസൈഡ് ആൻഡ് സ്റ്റാൻഡ് ദെയർ. മൂവ് അസൈഡ് ആൻഡ് സ്റ്റാൻഡ് ദെയർ. നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഓക്കെ, ഇപ്പോൾ ഫോൺ ചെയ്യല്ലേ. ഇപ്പം പല സിറ്റുവേഷനിലും നമുക്കിത് പറയാം കേട്ടോ. അപ്പൊ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം, ഇപ്പോൾ ഫോൺ ചെയ്യല്ലേ. അല്ലെങ്കിൽ ഒരു ഡോക്ടർ അടുത്തേക്ക് കയറാനിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഫോൺ ചെയ്യല്ലേ, ഫോൺ ചെയ്യരുത്. ഇനി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇപ്പോൾ ഫോൺ ചെയ്യല്ലേ അല്ലെങ്കിൽ ഫോൺ ചെയ്യരുത്. എങ്ങനെ പറയാം? ഡോണ്ട് യൂസ് യുവർ ഫോൺ നൗ. ഡോണ്ട് യൂസ് യുവർ ഫോൺ നൗ. ഓക്കെ, അവരെന്തോ ചോദിക്കുന്നുണ്ട്. അവർ എന്തോ ചോദിക്കുന്നുണ്ട്.
എങ്ങനെ പറയാ, നമ്മൾ കേൾക്കുന്നില്ല, അവരെന്തോ ചോദിക്കുന്നുണ്ട്, നമുക്കൊരു ഫീൽ ആണ്. എങ്ങനെ പറയും? ദർ ആർ ആസ്കിങ് സംതിങ്, ദർ ആർ ആസ്കിങ് സംതിങ്, അവരെന്തോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ആർക്കറിയാത്തത്? അവർക്കാണ്. ദേ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്, ദേ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. എനിക്കറിയില്ല എന്നെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് പറയും. അവർക്കറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ദേ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ്, അവർ എങ്ങനെ ഇവിടെ എത്തി? അവർ എങ്ങനെ ഇവിടെ എത്തി? ഇങ്ങനെ ചോദിക്കുക. ഹൗ ഡിഡ് ദേ ഗെറ്റ് ഹിയർ? ഹൗ ഡിഡ് ദേ ഗെറ്റ് ഹിയർ? അവർ എങ്ങനെ ഇവിടെ എത്തി? ഓക്കെ, ഇപ്പോഴും നീ ഇവിടെ നിൽക്കുകയാണോ? ഇപ്പോഴും നീ ഇവിടെ നിൽക്കുകയാണോ? ആർ യു സ്റ്റിൽ സ്റ്റാൻഡിങ് ഹിയർ? ആർ യു സ്റ്റിൽ സ്റ്റാൻഡിങ് ഹിയർ? ഇപ്പോഴും നീ ഇവിടെ നിൽക്കുകയാണോ? ഓക്കെ, നെക്സ്റ്റ്, ആ ബസ് നിർത്തിയില്ല. എങ്ങനെ പറയാ? ആ ബസ് നിർത്തിയില്ല. ദാറ്റ് ബസ് ഡിഡ്ന്റ് സ്റ്റോപ്പ്, ദാറ്റ് ബസ് ഡിഡ്ന്റ് സ്റ്റോപ്പ്. ആ ബസ് നിർത്തിയില്ല. ഇനി 1/2 മണിക്കൂർ കഴിയും ബസ് വരാൻ. അല്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് കയറേണ്ട ഒരു ബസ് നിർത്താതെ പോയി. ഇനി 1/2 മണിക്കൂർ കഴിയും ബസ് വരാൻ. എങ്ങനെ പറയാ? ഇറ്റ് വിൽ ടേക്ക് അനദർ ഹാഫ് ആൻ അവർ ഫോർ ദ ബസ് ടു കം. ഇറ്റ് വിൽ ടേക്ക് അനദർ ഹാഫ് ആൻ അവർ ഫോർ ദ ബസ് ടു കം. ഓക്കെ, അതുവരെ നമ്മൾ ഇവിടെ നിൽക്കുകയാണോ? അല്ലേ, അതുവരെ നമ്മൾ ഇവിടെ നിൽക്കുകയാണോ? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഷാൾ വി വെയിറ്റ് ഹിയർ ടിൽ ദെൻ? ഷാൾ വി വെയിറ്റ് ഹിയർ ടിൽ ദെൻ? ഓക്കെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചു വരാം, നമുക്ക് എന്തെങ്കിലും കഴിച്ചു വരാം. അല്ലെ, നല്ല വിശപ്പുണ്ട്, ബസ് വരാൻ കുറെ ടൈം ഉണ്ട്. ആ സമയത്ത് നമ്മൾ പറയാണ് നമുക്ക് എന്തെങ്കിലും കഴിച്ചു വരാം. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സംതിങ് ടു ഈറ്റ്. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സംതിങ് ടു ഈറ്റ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിച്ചു വരാം എന്നാണ് പറയുന്നത്. സോ നമുക്കൊരു ഡൗട്ട് വരും, ലെറ്റ്സ് ഗോ ആണോ ലെറ്റ്സ് കം ആണോ എന്നുള്ളത്. ഇവിടെ ലെറ്റ്സ് കം ശരിയല്ല, കാരണം നമ്മൾ കഴിച്ചു വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പൊ ഇവിടെ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സംതിങ് ടു ഈറ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അവിടെ 2 മണിക്ക് എത്തണം. അല്ലേ, നമ്മൾ എങ്ങോട്ടോ അർജന്റായി പോവാണ്, നിർബന്ധമായിട്ടും അവിടെ 2 മണിക്ക് എത്തണം. നമുക്കവിടെ 2 മണിക്ക് എത്തണം എന്നാണ് പറയുന്നത്. വി ഹാവ് ടു റീച്ച് ദർ ബൈ 2 o'clock. വി ഹാവ് ടു റീച്ച് ദർ ബൈ 2 o'clock. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് നല്ല പനിയുണ്ട്. എങ്ങനെ പറയാ? ഐ ഹാവ് എ ഹൈ ഫീവർ. അല്ലേ, ഐ ഹാവ് എ ഹൈ ഫീവർ. അപ്പൊ അതോടൊപ്പം വേറൊരു സെന്റൻസ് പറയാണ്, എവിടെയാ ഹോസ്പിറ്റൽ? ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ല പനിയോ അല്ലെങ്കിൽ തലവേദനയോ വേറെ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, എവിടെയാ ഹോസ്പിറ്റൽ? വേർ ഈസ് ദ ഹോസ്പിറ്റൽ? വേർ ഈസ് ദ ഹോസ്പിറ്റൽ? ആ ഹോട്ടലിന്റെ ബാക്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോട്ടലിന്റെ ബാക്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. എങ്ങനെ പറയാം? There is a hospital behind that hotel. There is a hospital behind that hotel. ആ ഹോട്ടലിന്റെ ബാക്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഈ സെന്റൻസ് മാറ്റിയിട്ട് നമുക്ക് പല രീതിയിലും പറയാനായിട്ട് പറ്റും, അല്ലെ? അത് സർക്കാർ ഹോസ്പിറ്റൽ ആണോ? അല്ലെ, ചില സമയത്ത് നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ചോദിക്കാറുള്ളത് സർക്കാർ ഹോസ്പിറ്റൽ ആണോ? എങ്ങനെ ചോദിക്കുക? Is it a government hospital? Is it a government hospital? ഓക്കെ, അപ്പോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. നമ്മൾ 2 മണിക്ക് എത്തുമായിരിക്കും. അല്ലെ, ഒരു പ്രതീക്ഷ പറയാണ്, നമ്മൾ 2 മണിക്ക് എത്തുമായിരിക്കും. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. മുമ്പത്തെ വീഡിയോസുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പോസിറ്റ് സെന്റൻസുകളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് മുമ്പ് ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ഉണ്ടാക്കാനും ആൻസറിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളാണ്. എല്ലാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.